എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ കൂളിംഗ് കാര്യങ്ങളും ഡ്രസ്സിങ്ങും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വർക്കിന് പോവാട്ടോ. പട്ടാമ്പി ഏരിയയിൽ വിസിറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സൂര്യോട് യാത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും പ്രദീപും കൂടിയിട്ടാ പോണത്. നല്ല മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് മഴ പെയ്തപ്പോ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കയറി നിന്ന് മഴയത്ത് കളിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചു കേട്ടോ. വയസ്സായാലും എന്റെ മനസ്സിൽ ഞാൻ ചെറിയ കുട്ടിയാണ്. ഈ കാലാവസ്ഥ ഇങ്ങനെ മൂടിക്കുമ്പോ വിസിറ്റ് ഒക്കെ പോകാൻ നല്ല വൈബാട്ടോ. പ്രദീപ് ആണെങ്കിൽ ക്യാഷ് എണ്ണി തന്നെ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നത് വേറെ ഒന്നല്ലേ, ഒരു കസ്റ്റമറെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ പേര് എപ്പോഴും കമന്റ് ഇട്ട് ചോദിക്കുന്നുട്ടോ എന്റെ ജോബ് എന്താണെന്ന്. ഞാൻ കൊട്ടാക് മഹീന്ദ്രയിൽ റിക്കവറി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാട്ടോ. പാലക്കാടാണ് ഓഫീസ്, പട്ടാമ്പി ഏരിയയാണ് നോക്കണത് കേട്ടോ. പ്രദീപ് ഞാൻ അവിടെ അന്താരാഷ്ട്ര കാര്യങ്ങളെ സംസാരിക്കുന്നത് വിചാരിക്കേ, പക്ഷെ അതൊന്നല്ല കേട്ടോ. ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ ആലോചിക്കുകയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പ്രകാശേട്ടന്റെ കടയിലേക്ക് കേട്ടോ. ഉച്ചയാകുമ്പോഴേക്ക് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ കുറച്ച് തണുത്ത വെള്ളം എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു. പ്രകാശേട്ടന്റെ കടയിൽ ഞങ്ങൾ ആദ്യം പോയ സ്റ്റാർട്ട് ചെയ്യുക ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ ഉപ്പിലിട്ട നെല്ലിക്ക, പൈനാപ്പിൾ അതിലൊക്കെയാണ്. അപ്പോഴേക്കും പ്രകാശേട്ടൻ അവിടെ വെള്ളം റെഡി ആക്കിണ്ടാവും കേട്ടോ. പ്രദീപ് പിന്നെ അവിടെ എപ്പോ പോയാലും കുടിക്കുക ബൂസ്റ്റ് കുലിക്കുകയാണ്. പ്രകാശേട്ടൻ എനിക്കുള്ള കോടായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ 3 ദിവസം മുന്നേ കുടിച്ചത് പൈനാപ്പിൾ സോഡയാണ്. ഇന്ന് മുന്തിരി സോഡ ആയിട്ട് പറഞ്ഞത്. പ്രദീപിനാണെങ്കിൽ പുളിമുട്ടായി തിന്നാൻ ഒരു ആഗ്രഹം കേട്ടോ. ചെക്കൻ പണി പറ്റിച്ചോന്നറിയില്ല. അങ്ങനെ പ്രകാശനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ വർക്ക് കഴിഞ്ഞ് പോണ വഴിക്ക് വട്ടുള്ളി ഹോട്ടലിൽ നിന്ന് ഒരു ബീഫ് കറി വാങ്ങിയിട്ടാ. ഇവിടുത്തെ ബീഫ് നല്ല ടേസ്റ്റ് ആണ്. സൂര്യോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാന്ന്. സൂര്യ പിന്നെ പൊതിയിൽ എന്താന്ന് മണത്ത് നോക്കുകയാണ്. സത്യം പറഞ്ഞ വീട്ടിൽ ഉപ്പേരും കറികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബീഫ് കറിയും കൂട്ടി ചോറിനാൻ ഒരു ആഗ്രഹം കേട്ടോ. അതുകൊണ്ട് ഒരു ബീഫ് മേടിച്ച് പോന്നേ. ഞങ്ങൾ പിന്നെ ഒരെണ്ണം വാങ്ങിയ 3 പേരും കഴിക്കേ. നമ്മൾ ജോലിക്ക് പോണതന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ നമ്മൾ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഇങ്ങനെ മാറ്റി വെക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാനും സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞിട്ട് ഫുഡാണ് കാലിയാക്കിണ്ട്. പിന്നെ പുറത്ത് നോക്കിയപ്പോ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് പിന്നെ കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 4 മണിയായിണ്ട്. അതിനുശേഷം തേജുവിന്റെ ബസ് വന്നിട്ടോ. തേജു ആണെങ്കിൽ പിള്ളേർക്കൊക്കെ ടാറ്റ കൊടുത്തിട്ട് തുള്ളി കളിച്ചിട്ടാണ് വരുന്നത്. അങ്ങോട്ട് പോകുമ്പോ കരഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുമ്പോ ചിരിച്ചിട്ടാണ് വരാറ്. അതെല്ലാ പിള്ളേരും അങ്ങനെയാണല്ലോ. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അല്ലെ. പിന്നെ തേജു അമ്മയും പാടെ എന്തൊക്കെ സ്വകാര്യങ്ങൾ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാനും തേജു അവിടെ സ്നേഹപ്രകടനം കാണിക്കുകയാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. അധികം ദിവസം തേജു സ്കൂൾ വിട്ട് വരുമ്പോ ഞാൻ അവിടെ ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ ഇന്ന് കണ്ടതിന്റെ ഒരു പുലിവാണ്. അപ്പൊ ഇന്നത്തെ കുഞ്ഞുകൂടി എത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ബൈ.